അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ദുഃഖങ്ങൾ, വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ പാടെ നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട നമുക്ക് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് അറിയാമല്ലോ, നമ്മുടെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അപ്പോൾ ഈ ഒരു അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പുണ്യനാമമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിക്ർ അല്ലെങ്കിൽ ഈ ഒരു അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഒരു പുണ്യനാമം, ഈ ഇസ്മ നമ്മൾ പറയുന്ന അത്ര തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും, അതായത് ഇപ്പോൾ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡിലൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ, ദുഃഖം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ പാടെ നീങ്ങി നമ്മൾ ഹാപ്പി മൂഡിലേക്ക് തിരിച്ചു വരാൻ പറ്റും. പിന്നെ ഈ സന്തോഷവും ദുഃഖം എന്നൊക്കെ പറയുന്ന ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. പിന്നെ എന്തൊരു ദുഃഖം ഉണ്ടാകുമ്പോഴും നമ്മൾ ഇത്രയും ആലോചിച്ചാൽ മതി, ഇതിൻ്റെ പിറകിൽ എന്തോ ഒരു സന്തോഷം വരാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊരു ദുഃഖത്തിന് എന്തുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതായത് എന്തൊരു ദുഃഖം വന്നാലും അതിൻ്റെ പിന്നാലായിട്ട് ഒരു സന്തോഷം വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോൾ സന്തോഷം കിട്ടാൻ അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടേണ്ട ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നമുക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഇതിൽ വലുതെന്തോ വരാനിരുന്നതാണ്, അള്ളാഹു അതിനെ തട്ടിമാറ്റി ഇത്രയും ചെറുതാക്കിയതാണ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാവരും ദുഃഖങ്ങൾ വരുമ്പോൾ ഇനിയൊരു സന്തോഷം ഉണ്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലും വലുത് എന്തെങ്കിലും വരാനിരുന്നതാണ്, അത് അള്ളാഹു തട്ടി മാറ്റി ഇത്രയും ചെറുതാക്കിയതാണ്, ഇതൊക്കെ എൻ്റെ നല്ലതിനാണ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല സമാധാനം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഈ ഒരു ഇസ്മും ചൊല്ലുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സന്തോഷപൂർവ്വമായിട്ടുള്ള ജീവിതം, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മൾ സന്തോഷപൂർവ്വമായ ജീവിതം എന്തെയും നമുക്ക് കിട്ടും. പിന്നെ ഈ സന്തോഷം ദുഃഖം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങൾ തന്നെയാണല്ലോ, അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. എത്ര വലിയ ആളായാലും ദുഃഖമില്ലാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ദുഃഖം എല്ലാവർക്കും ഉണ്ടാകും, അത് ഉറപ്പാണ്. അപ്പം ഇനി എന്തായാലും ഞാൻ ഏതാണ് ഇസ്മ എന്ന് പറഞ്ഞുതരാം. ഇസ്മ ഇത്രയേ ഉള്ളൂ, യാ മുഹൈമിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സംരക്ഷകനായ അള്ളാഹു എന്നാണ്. സംരക്ഷകനായ അള്ളാഹ് എന്നാണ് അർത്ഥം. അള്ളാഹു സംരക്ഷകനാണ്. ഇത് നമ്മൾ 290 തവണയാണ് ചൊല്ലേണ്ടത്. നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ 290 തവണ ഈ ഒരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ദുഃഖം, തീർച്ചയായിട്ടും അള്ളാഹു തആല ആ ദുഃഖം പൂർണ്ണമായിട്ടും അകറ്റുന്നതാണ്. പിന്നെ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടു കൂടിയൊക്കെ ചെയ്തിട്ട്, നല്ല ഏകാന്തതയോടുകൂടി ചെയ്തിട്ട്, പിന്നെ ഇത് ചൊല്ലുന്നതിനിടയ്ക്ക് ആരോട് സംസാരിക്കാനൊന്നും നിൽക്കരുത്. കാരണം നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയൊന്നും നീങ്ങി പോവാതെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത് ചെയ്യുക. എന്തായാലും നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു തആല മാറ്റി തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.